ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ലോജിക് ഗേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡിജിറ്റൽ ഫണ്ടമെൻറ്റൽസിലുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഡേറ്റ റെപ്രസെൻറ്റേഷൻ അതിലും വരും. ഡേറ്റ റെപ്രസെൻറ്റേഷനിൽ ട്രൂത്ത് ടേബിൾ ഉണ്ട്. അപ്പോൾ ഇത് ഡിജിറ്റൽ ഫണ്ടമെൻറ്റൽസ് അതിൽ കവർ ആവുന്ന ടോപ്പിക്കാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ബിക്കോസ് പ്രീവിയസ് ഇയേഴ്സിൽ ഒരു ലോജിക് സർക്യൂട്ട് കൊടുത്തിട്ട് അത് ഏത് ഗേറ്റിൻ്റെ സർക്യൂട്ടാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർ ഗേറ്റിൽ എപ്പോഴാണ് ഇൻപുട്ട് ഹൈ ആവുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇയർ ചിലപ്പോൾ ഈ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഗേറ്റ്സിൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ബേസിക് ഗേറ്റ്സ്, പിന്നെ ഉള്ളത് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ബേസിക് ഗേറ്റ്സ് ആണ് ആൻഡ്, ഓർ, നോട്ട് ഇതൊക്കെ. പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് നോറ്, നാൻഡ്, എക്സ് ഓർ, എക്സ് നോറ്. ഇത് ബേസിക് ഗേറ്റ്സ് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലോജിക് സർക്യൂട്ട്. ആൻഡ് ഈ ഗേറ്റ്സ് ഒക്കെ നമ്മൾ സ്വിച്ചിങ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ എത്ര ഇൻപുട്ട് കൊടുത്താലും നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് കൊടുക്കാം, ബട്ട് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആൻഡ് ഇതിൽ കോമ്പിനേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻപുട്ടാണ്. അതായത് നമ്മളിപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്ട്സ് കൊടുക്കാം, ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഇൻപുട്ട്സ് കൊടുക്കാം, ബട്ട് ഔട്ട്പുട്ട് നമുക്ക് 1 ആയിരിക്കും. ഇതാണ് ലോജിക് ഗേറ്റ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അതാണ് ആ ഓപ്പറേഷനാണ് ഇതിൽ ചെയ്യുന്നത്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ ഞാൻ ഇപ്പോൾ 2 ഇൻപുട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എത്ര ഇൻപുട്ട്സ് വേണമെങ്കിലും കൊടുക്കാം, ബട്ട് ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇതിൽ ഞാൻ 2 ഇൻപുട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ആ ഒരു ഇത് സിമ്പിൾ, ലൈക്ക് ഡി ഷേപ്പ്, ക്യാപിറ്റൽ ഡി പോലെ കാണും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് വൈ. ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. വൈ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. ഇതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിള്. ആൻഡ് ഗേറ്റിൽ എല്ലാ ഇൻപുട്ട്സും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് 0 ആണ്. ഇതിൽ ഹൈ മീൻസ് 1, ലോ മീൻസ് 0. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻപുട്ട്സും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും 0 ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ എല്ലാ ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടും. ഇപ്പോൾ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് അതിൽ 0 ആയിരിക്കും. പിന്നെ ഉള്ളത് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൽ അഡീഷൻ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സിമ്പിളാണ്. ലൈക്ക് ക്യാപിറ്റൽ ഡി അല്ല, ഇത് ഒരു കേർവ്ഡ് ഷേപ്പ് പോലെ കാണും. ഡി തന്നെ നമ്മൾ കേർവ് ചെയ്തിടുമ്പോൾ ഒരു ഷേപ്പ് കിട്ടത്തില്ല, അതുപോലെയൊക്കെ ആയിരിക്കും ഓർ ഗേറ്റിൻ്റെ ഒരു ഇത്. ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് കൊടുക്കുക. ഔട്ട്പുട്ട് 1 ആയിരിക്കും. വൈ ഈസ് ഈക്വൽ ടു വൈ ഔട്ട്പുട്ടാണ്. വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 0, 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. 1, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. 1, 1 ഔട്ട്പുട്ട് 1 ആണ്. എല്ലാ ഇൻപുട്ടും ലോ ആകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് ലോ ആവുന്നത്. അപ്പോൾ ഓർ ഗേറ്റിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ആൻഡ് ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, ബട്ട് ഓറിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മതി. പിന്നെ ഉള്ളത് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൽ ഞാൻ ഇപ്പോൾ 0 ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. കോംപ്ലിമെൻ്റ് ആണ് ഇതിൽ നടക്കുന്നത്. വൈ ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ്. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ലൈക്ക് ഒരു ആരോ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ട്. ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ ഒരു ലോജിക് ഡയഗ്രാം. ആൻഡ് അതിൽ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിൽ ആൻഡ് ഗേറ്റ് അതിൻ്റെ കൂടെ നോട്ട് ഗേറ്റ് പാസ് ചെയ്യും. ആൻഡ് പ്ലസ് നോട്ട് ഗേറ്റ് ആണ് നാൻഡ് ഗേറ്റ്. അതിൻ്റെ സിമ്പിളാണ്. ഇത് ഇൻപുട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഒരു ഡി ഷേപ്പ് കാണും. ആ ഡീൻ്റെ കൂടെ ഒരു ചെറിയ സർക്കിൾ കാണും. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ ലോജിക് ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം. വൈ ഈസ് ഈക്വൽ ടു എ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇതിൽ ആൻഡ് ഓപ്പറേഷൻ, അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ഓപ്പറേഷനാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എ ബി കോംപ്ലിമെൻ്റ് ആണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ എല്ലാ ഇൻപുട്ട്സും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. നാൻഡ് ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇതിന് നമ്മളിപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ പഠിച്ചാൽ മതി. ആൻഡ് ഗേറ്റിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് എടുത്താൽ നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഉള്ളത് നോർ ഗേറ്റ്. നോർ ഗേറ്റ് നോട്ട് ഗേറ്റ് പ്ലസ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ കൂടെ നോട്ട് ഗേറ്റ് പാസ് ചെയ്യുന്നതാണ് നോർ ഗേറ്റ്. ഇതിൻ്റെ സിമ്പിളാണ്. ഓർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സർക്കിൾ കാണും. ഇതാണ് നോർ ഗേറ്റിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ആൻഡ് ഇതിൽ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് എ പ്ലസ് ബി ഓർ ഗേറ്റ് ആണ്. ഈ കോംപ്ലിമെൻ്റ് എടുക്കുന്നത് നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കൂടെ നമ്മൾ കോംപ്ലിമെൻ്റ് എടുക്കും, നോട്ട് ഗേറ്റ് പാസ് ചെയ്യും. ഇതാണ് നോർ ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ആൻഡ് ഔട്ട്പുട്ട് വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്.
അതിൻ്റെ ട്രൂത്ത് ടേബിളാണിത്. ഇതിൽ എല്ലാ ഇൻപുട്സും ലോ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. നോർ ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും ലോ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻഡ് ഓർ നോട്ട് ഇതിൻ്റെ മാത്രം ട്രൂത്ത് ടേബിൾ പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ അത് വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്നും പറയും. ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഓർ ഗേറ്റിൻ്റെ ആ സിമ്പിളിൻ്റെ ഫ്രണ്ടിൽ ഒരു കർവ്ഡ് ലൈൻ കാണും. പിന്നെ അതിൻ്റെ ഇതാണ് ഒരു സിമ്പിളാണ് എ പ്ലസിൻ്റെ പുറത്ത് ഒരു സർക്കിൾ കാണാം. ഇതാണ് എ എക്സോർ ബി. ഇങ്ങനെയാണ് നമ്മൾ എ എക്സോർ ബി എഴുതേണ്ടത്. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു കർവ്ഡ് ലൈൻ കാണും. ഇതിൻ്റെ ഔട്ട്പുട്ടാണ് എല്ലാ ഇൻപുട്ടും സെയിം ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. എല്ലാ ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 0 0 ഉണ്ട്. ഇത് രണ്ട് ഇൻപുട്ടും സെയിം അല്ലേ, അപ്പോൾ സെയിം ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. പിന്നെ ഇവിടെ 1 1 ഉണ്ട്. 1 1 ഇതിൽ രണ്ട് ഇൻപുട്ട് സെയിം ആണ്. സെയിം ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇവിടെ 0 1 ഇത് രണ്ടും ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് അല്ലേ, അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇവിടെ 1 0 ഇതും ഡിഫറെൻറ്റ് ഇൻപുട്ട്സ് ആണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇതാണ് എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും സെയിം ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. പിന്നെ ഉള്ളത് എക്സ്നോർ ഗേറ്റിൽ എക്സോർ ഗേറ്റ് കാണും. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സർക്കിൾ, ചെറിയ സർക്കിളും കൂടി കാണും. ഇതാണ് എക്സ്നോർ ഗേറ്റിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ടാണ് y = a XOR b ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എക്സോർ ഗേറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എക്സ്നോർ ഗേറ്റ്. അപ്പോൾ എ XOR b ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇതിൽ എല്ലാ ഇൻപുട്ടും സെയിം ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. എല്ലാ ഇൻപുട്ടും സെയിം ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 0 0 ഉണ്ട്. ഇത് രണ്ടും സെയിം അല്ലേ, അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇതിൽ 1 1 ഇതും സെയിം അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആണ് 1. ഇവിടെ 1 0 ഇത് രണ്ടും ഡിഫറെൻ്റ് ഇൻപുട്ടാണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 0 0 1 ഇത് രണ്ടും ഡിഫറെൻ്റ് ഇൻപുട്ടാണ്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇതിൽ എക്സ്നോർ ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും സെയിം ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോജിക് ഗേറ്റ്സ്. ഇതിൽ ബേസിക് ലോജിക് ഗേറ്റ്സ് പഠിക്കാം. ലോജിക് ഗേറ്റ്സിൻ്റെ ലോജിക് ഡയഗ്രാംസ്, പിന്നെ അതിൻ്റെ ഇൻപുട്ട്സ് എപ്പോഴാണ് ഹൈ ആവുന്നത് എപ്പോഴാണ് ലോ ആവുന്നത്, ഇതൊക്കെ മാത്രം പഠിച്ചാൽ മതി. ബേസിക് ഗേറ്റ്സ് ആണ് ആൻഡ് ഓർ നോട്ട്. ആൻഡിൽ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. അതിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. ഓർ ഗേറ്റിൽ അഡീഷൻ ഓപ്പറേഷൻ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. പിന്നെ നോട്ട് ഗേറ്റിൽ ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 കിട്ടും. ആൻഡ് നാൻഡ് ഗേറ്റ് നോട്ട് പ്ലസ് ആൻഡ് ഗേറ്റ് ആണ് നാൻഡ് ഗേറ്റ്. ഇതിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. പിന്നെ നോർ ഗേറ്റ് നോട്ട് പ്ലസ് ഓർ ഗേറ്റ് ആണ് നോർ ഗേറ്റ്. ഇതിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. പിന്നെ ഉള്ളത് എക്സോർ ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. പിന്നെ എക്സ്നോർ ഗേറ്റിൽ എല്ലാ ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ലോജിക് ഗേറ്റ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോസിൽ ഇതിൻ്റെ ബാലൻസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബാലൻസ് അപ്ലോഡ് ചെയ്യാം. ആൻഡ് പറ്റുവാണെങ്കിൽ മാത്സിൻ്റെ കുറച്ച് ടോപ്പിക്സും കൂടി അപ്ലോഡ് ചെയ്യാം. താങ്ക്